നിങ്ങളിൽ ഭൂരിഭാഗം പേരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് ഗോപ്രോയിലാണെന്നല്ലേ. എന്നാൽ അല്ല. എന്നോട് ചോദിച്ച കുറച്ച് പേരോട് കമൻസിലും മെസ്സേജിലും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ് കംപ്ലീറ്റ്ലി മൊബൈൽ ഫോണിലാന്ന്. അപ്പോൾ എൻ്റെ റെക്കോർഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എൻ്റെ ഹെൽമെറ്റ് ഒരു നോർമൽ ഹെൽമെറ്റാണ്. ഇതിൽ മൗണ്ടിങ്സും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫോൺ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നമ്മുടെ ഫോണ് റെക്കോർഡിങ് ഓണാക്കി ഇതാ ഈ ഒരു പൊസിഷനിൽ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാമറ. നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടൊരു നെറ്റ് ഉണ്ടാവും. ഈ നെറ്റിൽ എയർ കയറി ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നെറ്റാണ്. അപ്പം ഈ നെറ്റിൽ തട്ടിയാണ് ഫോൺ നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരുവിധം തരക്കേടില്ലാത്ത വിഷ്വൽ ഈ ഒരു സെറ്റപ്പിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറ, ക്ലാരിറ്റി പ്ലസ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യമാണ്. ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ S20+ എന്ന് പറഞ്ഞ മോഡലാണ്. ബേസിക്കലി എനിക്ക് രണ്ട് ഡിവൈസസ് ആണുള്ളത്. സാംസങ്ങിൻ്റെ തന്നെ S20+ഉം S20FE. അപ്പോൾ എൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് S20+ എന്ന് പറഞ്ഞ മോഡലിലാണ്. അപ്പോൾ ഞാൻ ആ ഫോണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ ഈ ഗ്രീൻ ലൈൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിടുന്ന എഫേർട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെയൊക്കെ യൂസ്ഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പഴക്കം കുറഞ്ഞ മൊബൈൽ ഫോൺ വാങ്ങുക. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പണികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലൊരു ഡീസൻറ്റ് ക്യാമറ ക്ലാരിറ്റിയുള്ള മൊബൈൽ ഫോൺ നമുക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ടച്ച് ലോക്ക് എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോണ് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഇൻസെർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ടച്ചായി റെക്കോർഡിംഗ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ടച്ച് ഫംഗ്ഷൻ ഡിസേബിൾ ആയിരിക്കണം. അത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഷോ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടാബ് കണ്ടോ. ഈ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ ഈസ് എനേബിൾഡ് എന്ന് കാണിക്കും. പിന്നെ നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കി നമ്മുടെ ഷൂട്ടിംഗ് സെറ്റപ്പിൽ വരിക. ഞാൻ അൾട്രാ HD 30 FPS ഷൂട്ട് ചെയ്യുന്നത്. 60 FPS ആണ് നല്ല ക്ലാരിറ്റി ഉള്ള വിഷ്വൽ കിട്ടുന്നത്. പക്ഷേ എൻ്റെ ഡിവൈസിൽ 30 FPS മാക്സിമം വൈഡ് ആംഗിൾ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ക്യാമറ സെറ്റപ്പിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ സ്ക്രീൻ ഒന്ന് വലിക്കുക. അപ്പം ഇതുണ്ടോ, ടച്ച് ലോക്ക് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ടാവും. ആ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇവിടെ എഴുതി കാണിക്കും ടച്ച് ഈസ് ലോക്ക്ഡ് എന്ന് എഴുതി കാണിക്കും. പിന്നെ നമ്മുടെ ടച്ച് ഫംഗ്ഷൻ ഡിസേബിൾ ആയിരിക്കും. നമുക്ക് സ്മൂത്തായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും വിത്ത് സൗണ്ട്. ഇനി ഇത് ഡിസേബിൾ ചെയ്യാനായിട്ടും ജസ്റ്റ് നോട്ടിഫിക്കേഷൻ സ്ക്രീൻ ഒന്ന് വലിച്ച് ഇതേ ഒരു നോട്ടിഫിക്കേഷൻ കാണും. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ടച്ച് അൺലോക്ക്ഡ് എന്ന് കാണിക്കും. അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആക്ഷൻ ക്യാമറ വിത്ത് ആൻ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ പ്രൈമറി മൊബൈൽ ഫോണിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു ആംഗിളിലായിരിക്കും നിങ്ങളിപ്പോൾ ഫോണ് ഈ പറഞ്ഞ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ഡിവൈസ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം പ്ലസ് വേരിയൻറ്റോ ഇല്ലെങ്കിൽ പ്രോ വേരിയൻറ്റോ നോക്കുക. ഇപ്പം ആപ്പിളിൻ്റെ ആണെങ്കിലും സാംസങ്ങിൻ്റെ ആണെങ്കിലും ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെയൊക്കെ ബേസ് വേരിയൻ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറയൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോൺ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഹെൽമെറ്റിൽ വെച്ച് ചെയ്യുമ്പോൾ വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടില്ല. കാര്യം ഈ ഹെൽമെറ്റിൻ്റെ പോർഷൻസ് ലെൻസിൽ കവറായി നമ്മുടെ വിഷ്വൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലസ് വേരിയൻറ്റോ പ്രോ വേരിയൻറ്റോ ചൂസ് ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല ഈ ഒരു രീതിയിൽ വിഷ്വൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഈവൻ ഒരു ഫോൺ മൗണ്ടിൻ്റെ പോലും ആവശ്യമില്ല. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വീഡിയോ. റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ. പക്ഷേ നിങ്ങൾക്കൊരു ഉള്ളിലൊരു പാഷനുണ്ട്, പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഈ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ അടിപൊളിയായിട്ടുള്ള വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതെത്രത്തോളം സേഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാര്യം നമ്മുടെ വിഷൻ ഈ ഒരു പോർഷൻ വരെ ഫോൺ കവർ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ശീലമായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവില്ലെന്ന് പറഞ്ഞാൽ പോലും അത്രത്തോളം ഒരു സേഫായിട്ടുള്ളൊരു മെത്തേഡായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ
ഒരുപാട് പേരുണ്ടാവുമല്ലോ വളരെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നെ പോലെ തുടങ്ങി വരുന്നവർ. അപ്പം അവർക്കൊക്കെ ഒരു ആക്ഷൻ ക്യാമറ അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ഡ്രീം തന്നെയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക്, പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക്, ഇല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു ടെക്നിക്കായിട്ട് ഇതിനെ എടുത്താൽ മതി. ഇപ്പം ആക്ഷൻ ക്യാമറാസ് തന്നെ ഉള്ളവർ ആയിക്കോട്ടെ, ക്യാമറ എപ്പോഴും കയ്യിലുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് തീർന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഓരോ വീഡിയോസിൻ്റെ പുറകിലുള്ള എഫേർട്ട് നല്ല രീതിയിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻസ് പറയുക, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് വരുത്തേണ്ടതെന്ന് പറയുക. നമുക്കതനുസരിച്ച് വീഡിയോസൊക്കെ നല്ല അടിപൊളിയാക്കാം. ഇത്രയൊക്കെ തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം.